പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിഷയം മരണശേഷം എന്ത് എന്താവും. ഇത് മനുഷ്യനെക്കാലത്തും ഒരു ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന വിഷയമാണ് മനുഷ്യനുണ്ടായ കാലം മുതൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല നമ്മൾ ഓരോരുത്തരും. ജീവിച്ചിരിക്കെ തന്നെ ആണല്ലോ ചിന്തിക്കാനുള്ള കഴിവുള്ളത്. ഇനി ഇതിന് ശേഷം എന്താവും, വരും നാളുകളെ പറ്റിയുള്ള ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പക്ഷെ ഏത് അമിത ഉത്കണ്ഠയും അത് പ്രസന്റ് ജീവിതത്തെ ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അഭ്യൂഹങ്ങളില്ലാതെ ഏത് കാര്യങ്ങൾക്കും വ്യക്തത കണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ജീവിതം ധന്യധന്യമാകാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ഉത്കണ്ഠ മനുഷ്യ സഹജമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില ശാസ്ത്രീയത അറിയാം നമുക്കിന്ന്, അല്ലേ? അപ്പം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർ വെളിപ്പെടുത്തിയ ചില വെളിവാക്കലുകളുണ്ട്. ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകളൊക്കെ ഈ ലോകത്തു നിന്ന് പോയി പിന്നെ തിരികെ വന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളെ പറ്റി വെളിപ്പെടുന്ന നിരവധി അനുഭവങ്ങൾ ലോകമെമ്പാടും പറയാറുണ്ട് ആൾക്കാർ. ഇത് പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ആശുപത്രികളിലൊക്കെയാണല്ലോ പലപ്പോഴും കൂടുതൽ മരണങ്ങൾ സംഭവിക്കാം. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ വീണ് അബോധാവസ്ഥയിലായി മരിച്ചു. അത് ഹോസ്പിറ്റലിൽ വന്ന ശേഷം അവർ പെട്ടെന്ന് തന്നെ ആ ജീവനെ തിരിച്ചെടുക്കാൻ CPR കൊടുക്കുന്നു, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഈ റെസിസ്റ്റേഷനകത്ത് റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ സാധിക്കും, വരുന്ന ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് 10-15 മിനിറ്റുകൾക്ക് മുമ്പ് ഇവർ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവർ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് പ്രോസസ്സൊക്കെ കൊടുത്ത് ജീവൻ വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഓർമ്മ വരുമ്പോൾ ഇവർ നൽകിയ നിരവധി എക്സ്പീരിയൻസുകളുണ്ട്. അതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിൽ ലോകമെമ്പാടുമുള്ള സ്റ്റഡീസിൽ ഒരു 80% ആൾക്കാർ പറഞ്ഞ അനുഭവത്തെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രലോകം മരണശേഷം ഉണ്ടാകാവുന്ന അനുഭവങ്ങളെ പറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ അറിയുമ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യത്തെ ഭാഗം നമ്മൾ മനസ്സിലാക്കുക, എന്താണ് മരണം. ഈ ഭൂമിയിൽ നമ്മളില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമ്മളില്ലാത്തൊരു മാനസികാവസ്ഥ. അത് ജീവിച്ചിരിക്കെ തന്നെ പലരും മരണത്തിലാണ്. ജീവൻ കിടപ്പുണ്ട്, പല പല കർമ്മങ്ങളിലും ജോലികളിലും ഒക്കെ ഏറ്റുപോകുന്നെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുന്നുണ്ടോ? അതില്ല. അതും മരണതുല്യമായ ഒരു ജീവിതമാണ്. ജീവനുണ്ട്, ജീവിക്കുന്നുണ്ട് എല്ലാവരോടൊപ്പം തന്നെ. പക്ഷേ ശരിയായ തലത്തിൽ അവർ ബോധം ഉണർന്ന് ജീവിക്കുന്നത്, അതും ഈക്വൽ ടു ഡെത്താണ്. അപ്പം ആ ഭാഗം കിട്ടിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ശരിയായി ജീവിക്കുന്നുണ്ടോ, മരിക്കാതെ ജീവിക്കുന്നുണ്ടോ? മറ്റൊന്ന്, പലർക്കും ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാണ് മരിക്കുന്നുള്ള വ്യാകുലതയോടെ പോകുന്നവരുണ്ട്. അത് ചെറുപ്പക്കാരാണേലും അങ്ങനെ തന്നെയാണ്. മരണഭയവുമായിട്ട് നടക്കുന്നു. അതും ഒരു മരണത്തിന് തുല്യമാണ്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെയുള്ള ഭയം ഒഴിവാക്കുക എന്നുള്ളതാണ് ജീവിച്ചിരിക്കുക. അതിനുശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്തും നിരന്തരം ആവർത്തിച്ച് കൊണ്ട് നടക്കുന്നതാണ് അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ള രണ്ട് സത്യമാണുള്ളത്. ഒരു ജനനവും മറ്റൊരു മരണവും. ജനനം ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ആ സത്യം. രണ്ടാമതൊരു സത്യമുണ്ട്, ഈ ലോകത്ത് നിന്ന് പോകുന്നത്. അതും പരമമായ സത്യമാണ്. അതെന്നാണ് ആർക്കും അറിയില്ല. എന്നാൽ നമുക്കറിയണം നമ്മൾ എന്ന് വരെ ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസമാണല്ലോ എല്ലാം, അല്ലേ? അങ്ങനെ ആത്മവിശ്വാസമുള്ള വ്യക്തികൾ ഏത് കാര്യത്തിലും മുന്നേറാറുണ്ട്. നമ്മുടെ മരണത്തിൻ്റെ കേസിലും അങ്ങനെ. മനസ്സിൽ കാണണം, മനുഷ്യന് ആരോഗ്യകരമായി ജീവിക്കാൻ പറ്റുന്നൊരു കാലഘട്ടം ഏകദേശം ഒരു 90+ ആണ്. നമ്മുടെ ജീവിതത്തിൽ 90+ പലപ്പോഴും എല്ലാ കാര്യത്തിലും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. 90+, അത് പഠനത്തിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ. അപ്പോൾ ആയുസിൻ്റെ കേസിലും നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുക, ഞാൻ 90+ ആണ്. എൻ്റെ ഈ ഭൂമിയിലെ തന്നിരിക്കുന്ന ജീവിത കാലഘട്ടം, ഈ ലോകത്തുനിന്ന് ഞാൻ 90 മുകളിലേക്ക് പോകൂ എന്ന് നിശ്ചയദാർഢ്യമെടുക്കുക. അപ്പം പലരും ചോദിക്കും, അതെന്താ 110 150 ആയാലും? അതിന് ലോജിക്കില്ല. മനസ്സിലേക്ക് കൊടുക്കുന്നതെല്ലാം ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ലോജിക്കായിരിക്കണം. ഇനിയിപ്പോൾ 90 വയസ്സ് വരെ എന്തിനാണ് ജീവിക്കുന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ ജീവിതം കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെയാണ്. ഇനി 90 വയസ്സും വരെ ജീവിച്ച് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അതെന്താണെന്നറിയാം, ജീവിക്കാൻ അറിയാൻ പാടില്ലാത്ത. നിങ്ങൾ എന്തിനെ ഓർത്താണോ വിഷമിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ കഷ്ടപ്പെടുന്നത്, അതല്ല ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. അത് നിങ്ങളിലേക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാനുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ പവറിനെ കാണാത്തത് കൊണ്ടാണ്.
അങ്ങനെ കണ്ടിട്ടുള്ളവർക്ക് ഒരിക്കലും ഈ ലോകം വിടാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പം അത്തരത്തിൽ നമ്മളെ അറിയാത്തതാണ് എന്തിനിങ്ങനെ ജീവിക്കുന്നുള്ള ചിന്ത വന്ന് മരണതുല്യമായിട്ട് ജീവിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് ഈ ലോകത്ത് ഒരിക്കൽ മാത്രമേ അവസരം തന്നുള്ളൂ. പരമാവധി ഉപയോഗിക്കുക. ആഫ്റ്റർ 90 ആണ് എൻ്റെ ഈ ലോകത്തിലെ വാസം. അതിനോടകം തന്നെ ഇത്രയും നാളത്തെ കട്ടതകളെല്ലാം മാറ്റി എനിക്ക് പുതിയ സൃഷ്ടിയെടുക്കാൻ സാധിക്കും. അതിനെ മൈൻഡ് ട്യൂൺ ചെയ്യാൻ പഠിക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പം ഈ ജീവിച്ചിരിക്കെ തന്നെ മരണതുല്യമായി ജീവിക്കാതെ മനസ്സിൽ കൊടുക്കുക, ഞാൻ 90+ ആണ്. ഇത് നിരന്തരം ആവർത്തിച്ച് നമ്മളെപ്പറ്റിയുള്ള മരണത്തെപ്പറ്റിയുള്ള ചിന്ത വരുമ്പോഴൊക്കെ ഞാൻ 90+ ആണ്, അത് ആത്മവിശ്വാസത്തോടെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനിപ്പുറത്തോട്ട് ഒരു കാലനും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു 95% നിങ്ങളെ കൊടുക്കുന്ന സ്ഥിരം ചിന്തിച്ചു കൊണ്ട് നടക്കുന്ന ആ എഫക്റ്റ് അത്രത്തോളം അതിനപ്പുറം 90+ അങ്ങനെ ആരോഗ്യത്തോടെ ഞാനിവിടെ ഉണ്ടാകും എന്നുള്ള ചിന്ത കൊടുക്കുക. ഇനി മരണശേഷം അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഭയം വരുന്നത്. ഞാൻ ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണശേഷം തിരികെ വന്നിട്ടുള്ളവർ, ഏതാനും മിനിറ്റുകൾക്ക് ശേഷം തിരികെ വന്നിട്ടുള്ള പറഞ്ഞവരെല്ലാം ഒരു വല്ലാത്തൊരു പ്രകാശത്തിലേക്കാണ് ഞാൻ എത്തപ്പെട്ടതെന്ന് പറയാറുണ്ട്. ശരീരത്തിൻ്റെ ഭാരങ്ങളെല്ലാം മാറി, മനസ്സിൻ്റെ ഈ ഭാരങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖാവസ്ഥയും. മറ്റൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞത് വല്ലാത്തൊരു ഇരുട്ടിലൂടെ, ഒരു ഗുഹയിലൂടെ നടന്നു പോകുന്ന പ്രതീതിയായിരുന്നു. അങ്ങ് വിദൂരതയിലൊരു പ്രകാശം കാണാം. അത് നടന്നടുത്ത് ആ വെളിച്ചത്തിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു അഭൗമമായ മാനസികമായ സാന്ദ്രത, ആസ്വാദനം ലഭിച്ചു. എന്നിട്ട് ഇവരെ CPR കൊടുത്ത് തിരികെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ആത്മാവ്, തിരികെ ഈ ഭൂമിയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഭൂമിയിലുണ്ടായിരുന്ന ഖനം ശരീരത്തിൻ്റെ മനസ്സിൻ്റെ എല്ലാം മാറി ലൈറ്റ് വെയിറ്റായിട്ട് എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് എത്തപ്പെട്ട ആ വീണുപോയ അവസ്ഥയിലേക്കാണ് എത്തിയതെന്നാണ് പലരും പറയുക. അപ്പം ഇതിന് ശേഷം ഇവിടെയും സ്വർഗമാണ്, ഇതിന് ശേഷവും സ്വർഗമാണ് എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകുക. ഇതില്ലാത്തതാണ് പലരുടെയും പ്രശ്നം. അതുകൊണ്ട് അപ്പം എന്ത് സംഭവിക്കുന്നു? വിഭ്രാന്തി ഉണ്ടാകുന്നു. വിഭ്രാന്തി എന്ന് പറയുന്നത് എന്താ? മനസ്സിന് സ്ട്രെസ്സാണ്. അത് ജീവിച്ചിരിക്കാൻ സ്ട്രെസ്സ്, ഇനി മരണശേഷം എന്താകും എന്നുള്ള ചിന്ത. അപ്പം പലരും വിചാരിക്കും എന്നാൽ പിന്നെ അങ്ങ് മരിച്ചാൽ പോരെ, എല്ലാം ലൈറ്റ് വെയിറ്റ് ആണല്ലോ, ഒന്നും അറിയണ്ട, ഏറ്റവും ആഹ്ലാദകരമല്ലേ. പക്ഷെ ഏത് തരത്തിലുള്ള ചിന്തയുമായിട്ടാണോ നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്? ഈ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ചിന്തകളും അനുഭവങ്ങളും എന്തും പേറിയാണോ പോകുന്നത്, അതേപോലെയുള്ള അനുഭവങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തപ്പെട്ട ശേഷം വീണ്ടും ഒരു ജീവനായിട്ട് അവതരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പം ആവശ്യമില്ലാത്ത മാലിന്യ ചിന്തകൾ കൊണ്ട് നടക്കാതിരിക്കുക. മനസ്സിനെ എപ്പോഴും ട്യൂൺ ചെയ്ത് ശ്രേഷ്ഠമായ ചിന്തകളും ശ്രേഷ്ഠമായ ജീവിതവും നയിച്ചില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ആഫ്റ്റർ എഫക്റ്റാണ് വരും ജന്മത്തിൽ ഒരു ജീവനായിട്ട് പിറക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ഇപ്പോഴല്ലേ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത്. ഇപ്പം ജീവിച്ചിരിക്കെ തന്നെ മരണതുല്യമായി ജീവിക്കാതെ അങ്ങനെ മരണതുല്യമായിട്ട് ജീവിച്ചാൽ വരും ജന്മങ്ങളും മോക്ഷം കിട്ടാതെ പോകുന്നു. അപ്പം മരണത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാതെ വരുമ്പോഴാണ് ജീവിച്ചിരിക്കെ തന്നെ ഉത്കണ്ഠാഭരിതമായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ മരണശേഷം എന്താ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുന്നുണ്ടോ, മരിക്കാതെ ജീവിക്കുന്നുണ്ടോ ആദ്യം ചിന്തിക്കുക. 2, മരണശേഷം പേടിക്കാനൊന്നുമില്ല. നമ്മളൊരു പഴയ ഉടുപ്പ് മാറി പുതിയ ഉടുപ്പിടുന്നത് പോലെ ഉള്ളൊരു സന്തോഷമായിരിക്കും. നമുക്ക് അങ്ങനെയല്ല, പലപ്പോഴും കുട്ടികളും മുതിർന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ഡ്രസ്സ് ഇടുമ്പോൾ വല്ലാത്തൊരു ആവേശമല്ലേ. അതേപോലെ പുതിയൊരു ശരീരം, ദേഹം ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു വിശ്വാസം ജീവിച്ചിരിക്കെ തന്നെ ഉടനീളം കൊണ്ട് നടക്കുമ്പോൾ മരണത്തെ സംബന്ധിച്ചുള്ള ഭയം നമ്മളിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ്. അപ്പം നിയർ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിനോട് അടുത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്തു പോവുക. പിന്നീട് ഇത് പലരും പല ഇതിനെപ്പറ്റി വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാത്ത കാരണം പേടിപ്പിച്ചും ഭയപ്പെടുത്തിയൊക്കെയാണ് നമ്മളെ കൊണ്ടുപോവുക. മരണശേഷം അവിടെ നരകത്തിൽ പോവും, സ്വർഗത്തിൽ പോവും. നരകവും സ്വർഗവും ഒക്കെ ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. ഇത് തന്നെയാണ്, അതിൻ്റെ ആവർത്തനമാണ്. നാളെയും നമുക്ക് ലഭിക്കുന്നുള്ള ഒരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഏറ്റവും നല്ലതാക്കി മാറ്റാൻ സാധിക്കും. അപ്പം മരണശേഷം എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് ബുദ്ധിയുള്ളപ്പം, ബുദ്ധി ഉണർന്നിരിക്കുമ്പം മനസ്സിലാക്കി ജീവിക്കാം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.